So, dear students, today I want to continue the NCRT solution discussion of the chapter Units, Dimensions and Measurements. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇതിൻ്റെ 21ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു പല ചാപ്റ്ററുകളും പഠിക്കുവാൻ വേണ്ട പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതോടൊപ്പം തിങ്കിങ് എബിലിറ്റി, അതൊരു പരിധിവരെ നമുക്ക് ഫിസിക്സിൽ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യുക. ആദ്യത്തെ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കതും വാച്ച് ചെയ്യാവുന്നതാണ്. So we can move with the question number 22. Just as precise measurements are necessarily in science, it is equally important to be able to make rough estimates of quantities using rudimentary ideas and common observations. Think of ways by which you can estimate the following. Where an estimate is difficult to obtain, try to get an upper bound on the quantity. സോ നമുക്ക് ഒരു 6 കേസസ് പറഞ്ഞിട്ടുണ്ട്, 5 കേസസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. പക്ഷെ അതെല്ലാം റഫ്ലി ഒരു അസംഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ദ ടോട്ടൽ മാസ് ഓഫ് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഓവർ ഇന്ത്യ ഡ്യൂറിംഗ് ദ മൺസൂൺ, ദ മാസ് ഓഫ് എൻ എലിമെൻറ്റ്, ദ വിൻഡ് സ്പീഡ് ഡ്യൂറിംഗ് എ സ്റ്റോം, ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ ഓൺ യുവർ ഹെഡ്, the number of air molecules in your classroom. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 കേസസിലേക്ക് ഒന്ന് ഡീൽ ചെയ്യാം. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ മാസ് ഓഫ് റെയിൻ ഡ്യൂറിങ് മൺസൂൺ. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂവിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. സോ നമുക്കത് ചിന്തിക്കാം, എന്തുമാത്രമാണ് ടോട്ടൽ നമുക്ക് റെയിൻ കിട്ടുന്നത് ഡ്യൂറിങ് മൺസൂൺ. അപ്പം സാധാരണ രൂപത്തിൽ നമുക്ക് ഒരു ചെറിയൊരു അസംഷൻ എടുത്താൽ, മൺസൂൺ സമയത്ത് കിട്ടുന്ന ആവറേജ് മഴയുടെ അളവെടുത്താൽ, ആവറേജ് റെയിനിൻ്റെ വാല്യൂ എടുത്താൽ, നമ്മൾ സാധാരണ നമ്മളൊരു മഴ പെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു പാത്രം വെച്ചാൽ അതിലെന്തുമാത്രം ഹൈറ്റ് ലിക്വിഡ് നിറയുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്നത് ആസ് ഇൻ ടോട്ടൽ വി ക്യാൻ സേ ഹാവ് ഇറ്റ് ഒരു 80 റഫ്ലി ഒരു 80 സെൻറ്റിമീറ്റർ ഓഫ് ഹൈറ്റ്. അപ്പോൾ നമുക്കതിനെ ഒരു 100 എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കാം. 100 സെൻറ്റിമീറ്റർ ഓഫ് റെയിൻ ആണ് നമുക്ക് റഫ്ലി ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഓഫ് റെയിൻ ദാറ്റ് ഈസ് ഒബ്ടൈൻഡ് ഡ്യൂറിങ് മൺസൂൺ. അപ്പോൾ നമ്മുടെ ഇന്ത്യ മൊത്തത്തിലുള്ള നമുക്കൊന്ന് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഏരിയ ഓഫ് അവർ കൺട്രി ടോട്ടലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഏതാണ്ട് റഫ്ലി 3.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഏതാണ്ട് കറക്റ്റ് വാല്യൂ ആണ് ദാറ്റ് മച്ച്. എന്ന് പറയുമ്പോൾ നമ്മളതിനെ വേണേൽ മീറ്ററിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 3.3 ഇൻറ്റു മില്യൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10⁶ ആണ്. സ്ക്വയർ കിലോമീറ്റർ ആണ്, അപ്പോൾ കിലോമീറ്റർ സ്ക്വയർ ആണ്, 10 ക്യൂബ് സ്ക്വയർ ആണ് അല്ലേ. അപ്പം സ്വാഭാവികമായിട്ട് 10⁶ മീറ്ററായി. അപ്പോൾ റഫ്ലി നമുക്ക് ഏരിയ ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് 3.3 ഇൻറ്റു 10⁻12 മീറ്റർ സ്ക്വയർ. നമുക്ക് അത്ര ഏരിയ കിട്ടി. അപ്പോൾ ഏരിയയും ഹൈറ്റ് നമുക്ക് കിട്ടിയപ്പോഴേ എന്തുമാത്രമാണ് വോളിയം ഓഫ് റെയിൻ ഉണ്ടായത് അല്ലെങ്കിൽ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3.3 ഇൻറ്റു 10⁻12 ഇൻറ്റു 1 മീറ്റർ ക്യൂബ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ റെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയല്ലോ. യെസ്, മാസ് ഓഫ് ദ റെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എടുത്താൽ മതി. വോളിയം എന്ന് പറയുന്നത് നമുക്ക് റഫ്ലി ഇറ്റ് ഈസ് 3.3 ഇൻറ്റു 10⁻12 നമുക്കറിയാം. ദാറ്റ് മച്ച് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വി ക്യാൻ സേ 10 ക്യൂബ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 3.3 ഇൻറ്റു 10⁻15. ദാറ്റ് മച്ച് കിലോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ റഫ്ലി നമുക്ക് ഒരു കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ അല്ല, എന്നാൽ പോലും
നമുക്ക് അറിയാവുന്നുള്ള ഡേറ്റകൾ വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി. സോ ദ മാസ് ഓഫ് ദ റെയിൻ എന്ന് പറയുന്നത് ഒരു സീസണിൽ നമുക്ക് കിട്ടുന്നത് 3.3 × 10⁻15 കിലോഗ്രാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ബി, മാസ് ഓഫ് ആൻ എലിമെൻറ്റ്, ഒരു എലിഫൻറ്റ്, ഒരു ആനയുടെ മാസ് എന്തുമാത്രമാണ്. അപ്പോൾ അതൊരു റഫ്ലി എന്നുള്ള നമ്മുടേതായ അവൈലബിൾ ആയ ഡേറ്റ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ സാധാരണ കേസിൽ നമ്മളൊരു എലിഫൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ലെങ്ത് നമ്മളൊന്ന് എടുത്താൽ റഫ്ലി ഒരു 3 മീറ്റർ ആയിരിക്കും. അത് നമ്മളൊരു അസംഷനാണ് കേട്ടോ, സേ. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റഫ്ലി ഒരു 2 മീറ്റർ ആയിരിക്കും വരുന്നത്. അതോടൊപ്പം അതിൻ്റെ വിഡ്ത്ത് നമ്മളൊന്ന് എടുത്താൽ, വിഡ്ത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് ഒരു 1.5 മീറ്റർ റഫ്ലി, ഒരല്പം കുറവായിരിക്കും. സോ വാട്ട് മേ ബി വി ക്യാൻ സേ ലൈക്ക് ദാറ്റ്. അപ്പോൾ റഫ്ലി നമുക്ക് അവൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. റഫ്ലി വാട്ട് ഈസ് ദ വോളിയം ഓഫ് എലിഫൻറ്റ്, വോളിയം ഓഫ് ദ എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ 3 × 2 × 1.5. സോ റഫ്ലി വി ക്യാൻ സേ 9 മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ഒരു റഫ്ലി നമുക്ക് കിട്ടി 9 മീറ്റർ ക്യൂബാണ് വോളിയമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കേണ്ടത്, വി നോ ദ എലിഫൻറ്റ്സ് ക്യാൻ ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. എലിഫൻറ്റ്സ് ക്യാൻ ഫ്ലോട്ട് ഇൻ വാട്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ദ ഡെൻസിറ്റി ഓഫ് എലിഫൻറ്റ്സ് ഷുഡ് ബി ലെസ് കമ്പയർഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് എലിഫൻറ്റ് നമുക്കറിയാം, വാട്ടറിൻ്റെ വാല്യൂ 1000 kg/m³ എടുക്കുമ്പോൾ അതിനാൽ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ സാധാരണ രൂപത്തിൽ വി ക്യാൻ സേ ആസ് 800 kg/m³ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, then approximately what is the mass of elephant? That is equal to that volume into the density of that elephant. So what is the volume of that elephant? That is given 9 × 800, that much mass, that much kilogram. So we can say as a 7,200, so that much kilogram. So 7.2 ton എന്നുള്ള തരത്തിലേക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് എ ഗുഡ് ഡേറ്റ, അത് ഓർത്തിരിക്കുക. പക്ഷെ ഒരുവിധ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണെങ്കിൽ പോലും നമുക്ക് റഫ്ലി ഒന്ന് അനുമാനിക്കാനുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്പർ സി, ദ വിൻഡ് സ്പീഡ് ഡ്യൂറിങ് സ്റ്റോം. സോ ദാറ്റ് ഈസ് അണ്ടർ കാൽക്കുലേഷൻ. സോ നമുക്ക് സിമ്പിളായിട്ടൊരു കാൽക്കുലേഷനിലേക്ക് നമുക്ക് വരാം. നമുക്ക് സേ വൺ സിറ്റി അണ്ടർ കൺസിഡറേഷൻ, സേ കോട്ടയം. സോ അതേപോലെ നമുക്ക് മറ്റൊരു സിറ്റി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം, സേ ബി ആസ് നെയ്യാറ്റിൻകര. ഈ രണ്ട് സിറ്റീസും തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് റഫ്ലി ഒരു 200 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് റഫ്ലി. അപ്പോൾ നമ്മൾ എയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റോം ബിയിൽ എത്താൻ എടുക്കുന്ന സമയം, സാധാരണ ഒരു 200 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ഒരു സാധാരണ സ്റ്റോമിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് റഫ്ലി ഒരു 1.5 അവറൊക്കെ എടുക്കും. എയിൽ രൂപപ്പെടുന്ന ഒരു സ്റ്റോം അതിന് ഫോർകാസ്റ്റ് ചെയ്ത് ബിയിലെത്തുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് റഫ്ലി ഒരു 1.5 അവർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോമിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ, നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്ത് കുത്തത്തിലേക്ക് എത്താം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ആണ്. ഡിവിഷൻ ബൈ 1.5 ആസ് 1.5 സോറി ദാറ്റ് മച്ച് അവർ എന്ന് പറയുമ്പോൾ നമുക്ക് റഫ്ലി നമുക്ക് പറയാം ആസ് 400 ഡിവിഷൻ ബൈ 3 km/h. അപ്പോൾ നമ്മളൊരു റഫ് കാൽക്കുലേഷൻ എടുത്താൽ ഉറപ്പായിട്ടും നമ്മൾ സാധാരണ കേസിൽ ഡീൽ ചെയ്യുമ്പോൾ ഒരു 100 to 150 km/h ഒരു സ്റ്റോമിൻ്റെ സ്പീഡ് വരുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ദ വിൻഡ് സ്പീഡ് ഡ്യൂറിങ് എ സ്റ്റോം. അപ്പോൾ റഫായിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡിയിലേക്ക് നമുക്ക് പറയാം, ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ ഓൺ യുവർ ഹെഡ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതെങ്ങനെ നമുക്ക് കേൾക്കാം? അപ്പോൾ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്പിയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ, ഒരു സ്പിയർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം. അപ്പോൾ റഫ്ലി നമുക്കൊരു ആവറേജ് റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു 8 to 10 എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ആസ്
റേഡിയസ് ഓഫ് അവർ ഹെഡ് അസംഷൻ ആയിട്ട് എടുക്കാം. ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ ആണ് മാക്സിമം വരുന്നത്. സോ ദ റേഡിയസ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ആസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊരു സ്പിയർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുത്താൽ നമുക്കറിയാം, നമുക്ക് ഭൂരിഭാഗവും നമ്മളുടെ ഹെയർ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ആ സ്പിയറിൻ്റെ അപ്പർ പാർട്ടായിരിക്കും അല്ലേ. യെസ്, അപ്പറിലും ഫുള്ള് വരത്തില്ല. നമ്മൾ നെറ്റിത്തടം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് ഒഴിവാക്കി എടുത്താൽ നമുക്ക് പറയാം നമ്മുടെ ഹെയർ ഉള്ള ഏരിയ പറയുന്നത് വി കൻ സേ ആസ് സേ 80% ഓഫ് ദ അപ്പർ ഹെമിസ്ഫിയർ, upper head. Yes, so we can say 80%. So we can say 0.8 times of that area of that upper head. That is very important. അപ്പോൾ അതിന് ഒരു സ്പിയർ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം 0.8 into that area becomes 2 pi into r square. സോ അത്രയാണ് ഏരിയ എന്നുള്ള ഒരു കൺസെപ്റ്റ്. നമ്മുടെ ഹെയർ ഉള്ള ഏരിയ നമുക്ക് അത് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ 0.2 into 2 pi into the radius എന്ന് പറയുന്നത് സോ 0.1 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന മീറ്റർ സ്ക്വയറിനെ നമുക്ക് ഒരു മില്ലിമീറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എടുത്താൽ റഫ്ലി വി കൻ സേ ആസ് 5 into 10⁻⁴ millimeter square. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഉള്ള ഏരിയ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു ചെറിയൊരു അസംഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് 1 millimeter 1 millimeter എന്നിരുന്നോട്ടെ. അപ്പോൾ അതിനുള്ളിൽ ഒരു സാധാരണ രൂപത്തിൽ ഒരു 7 to 1 millimeterനുള്ളിൽ ഒരു 7 to 8 സ്ട്രാൻഡ്സ് ഉണ്ട് എന്ന് നമുക്കൊന്ന് അസംഷൻ എടുക്കാം. അപ്പോൾ ഒരു 1 millimeter വിഡ്ത്തിനുള്ളിൽ ഒരു 7 മുടികളാണ് ഉള്ളത് എന്നൊരു അസംഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ടോട്ടൽ ഹെയർ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി നമ്മൾ ഈ പറഞ്ഞ സ്ക്വയർ 5 into 10⁻⁴ ആണ്. അപ്പോൾ 1 millimeter സ്ക്വയറിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. റഫ്ലി ഒരു 8 എണ്ണം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോ 40 into 10⁻⁴ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ 4 into 10⁵ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ റഫ്ലി നമുക്ക് ഉറപ്പിച്ച് പറയാം 10⁵ to 10⁶ സ്ട്രാൻഡ്സ് ആർ ദെയർ എന്ന് നമുക്ക് ഒരു കാൽക്കുലേഷൻ നമുക്ക് വരാം. അത്രയും മുടികൾ നമുക്ക് ഉണ്ട്. 1,00,000-നടുത്ത് മുടികൾ ഉണ്ടാകും ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു ഹെഡിൽ എന്നുള്ളത് നമുക്കൊരു അസംഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു തിങ്കിങ് പവർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ചില കൺസെപ്റ്റ്സുകളാണ്. ദെൻ അനദർ വൺ, ദ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അസംഷൻ നമ്മൾ എടുക്കേണ്ടി വരും. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ വീതി, നീളം, അവയൊക്കെ ഒരു സാധാരണ ഒരു കണ്ടീഷനായിട്ട് നമുക്കൊരു ക്ലാസ് റൂമിനെ സേ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമുക്കൊന്ന് അസ്യൂം ചെയ്താൽ സേ ഒരു 4 meter ലെങ്ത് ഉണ്ട്, ഒരു 3 meter വിഡ്ത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 meter ഹൈറ്റുള്ള ഒരു വോളിയമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വോളിയം ഓഫ് ദ ക്ലാസ് റൂം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ബൈ യൂസിങ് ദ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ 36 meter ക്യൂബ് കിട്ടി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഒരു സിമ്പിൾ റിലേഷൻ നമുക്ക് എടുക്കാം. നമുക്കറിയാം PV is equal to NKT അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാസ് റിലേഷനാണ്. അവിടെ P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് വോളിയമാണ്, N നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, K എന്ന് പറയുന്നത് നമ്മുടെ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു അസംഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഐഡിയലാണ്, അല്ലെങ്കിൽ 27 degree Celsius എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം 300 കെൽവിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രഷർ വോളിയം ബൈ K into T. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് സാധാരണ 1 atmospheric പ്രഷർ അല്ലേ, 1.61 × 5 Newton per meter square into volume we know as 36 meter cube. That division by that Boltzmann constant, you know, that is 1.38 raised to -23 into നമ്മുടെ absolute temperature as 300 Kelvin. സോ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 8 × 10⁻28. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ കേസിൽ ഒരു 10⁻28 അല്ലെങ്കിൽ ഒരു 10⁻30 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഐഡിയലായിട്ടൊരു റൂമിൽ ഉണ്ടാകുന്നത്.
സോ നമ്മൾ അതിൻ്റെ ഡേറ്റയ്ക്ക് അടുത്തേക്ക് എത്തി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്തുമാത്രം ഏത് തരത്തിൽ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു വ്യക്തമായ ഐഡിയ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എ ഗുഡ് വൺ. So we can move to the question number 23. The sun is a hot plasma, ionized matter with its inner core is at a temperature exceeding 10 raised to 7 Kelvin and its outer surface at a temperature of about 6000 Kelvin. At these high temperatures, no substance remain in a solid or a liquid phase. In what range do you expect the mass density of a sun to be? In the range of densities of solids and liquids or gases? അപ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു ഏത് റേഞ്ചിലാണ്, അത് ഗ്യാസസിൻ്റെ റേഞ്ചിലാണോ, ലിക്വിഡ്സ് ആണോ, സോളിഡ്സ് ആണോ. ദെൻ കുറച്ച് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ദ മാസ് ഓഫ് ദ സൺ ആൻഡ് ദ റേഡിയസ് ഓഫ് ദ സൺ. അപ്പോൾ നമുക്കൊരു സൺ എന്ന് പറയുന്ന സ്പിയർ ആയിട്ട് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ അതിൻ്റെ സെൻട്രൽ 10⁻⁷ കെൽവിനോളം ഉണ്ട്. ഔട്ടർ വരുമ്പോഴത്തേക്കും അത് ഏതാണ്ട് 6 × 10⁻³ കെൽവിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ അതിനൊരു 6 റേഡിയസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ സണ്ണ് നമുക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഡെൻസിറ്റി ഓഫ് ദ സൺ എന്ന് പറയുമ്പോൾ നമുക്ക് മാസ് ഡിവിഷൻ ബൈ വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. 2 × 10⁻30 ദ ഡിവിഷൻ ബൈ 4/3 into 3.14 into the radius is 7 × 10⁻⁸, so that much cube. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റഫ്ലി നമുക്ക് 1.39 2 × 10⁻3. സോ നമ്മളൊന്ന് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ 1.4 × 10⁻3 ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമുക്ക് ഡെൻസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഈ ഡെൻസിറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ആ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണ് അല്ലേ, × 10⁻3. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം അവിടുത്തെ മാറ്റർ എന്ന് പറയുന്നത് നോട്ട് ഗ്യാസസ്. അപ്പം അതിൻ്റെ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഈസ് ദി ഓഫ് ദി ഓർഡർ ഓഫ്, അല്ലെങ്കിൽ ഒരു സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഉറപ്പിച്ച് പറയാം. നമുക്കറിയാം ഇത്രയും ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ദാറ്റ് മാറ്റർ ഈസ് അയണൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്മ സ്റ്റേറ്റിലാണെന്നുള്ള കാര്യം നമുക്ക് കംഫർട്ടായിട്ട് അറിയാം. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങളൂടെ ഓർത്തിരിക്കേണ്ടത്, നമുക്കറിയാം സെൻറ്റർ ബേസ് ചെയ്യുമ്പോൾ ഒരു സ്പിയർ ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റിയുടെ കൺസെപ്റ്റ് ഇച്ചിരിയുടെ കൂടുതലായിട്ട് എഫക്റ്റ് വരുന്നത് കൊണ്ട്, റേഡിയസ് കുറയുന്നത് കൊണ്ട്, ഗ്രാവിറ്റി കൺസെപ്റ്റ് കൂടുതലായതുകൊണ്ട് മാറ്റർ കുറച്ചുകൂടെ ഡെൻസർ ആയിരിക്കും ഇൻ ദാറ്റ് റീജിയൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. പിന്നെ നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് അവിടെ എനർജി ക്രിയേറ്റഡ് ആകുക. അത് കണ്ടിന്യൂവസ് ആയിട്ട് റേഡിയേറ്റഡ് ഔട്ടായിട്ട് മാറുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സെൻട്രലിൽ ആ പ്രൊഡക്ഷനിൽ മാക്സിമം ടെമ്പറേച്ചറാണ്. പിന്നെ അത് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഔട്ടർ റീജിയൻസ് വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ അവർ ക്വസ്റ്റ്യൻ നമ്പർ 23. So we can move to the question number 24. A simple question. When the planet Jupiter is at a distance of 824.7 million kilometers from Earth, its angular diameter is measured to be 35.72 second of arc. Calculate the diameter of Jupiter. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫിഗർ വരയ്ക്കാൻ ശ്രമിച്ചാൽ നോക്കും. അപ്പോൾ ഇതൊരു നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ജൂപ്പിറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എടുക്കാം. സോ അത് നമ്മുടെ എർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആങ്കുലാർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ആസ് 35.72 സെക്കൻഡ് എന്നാണ് പറയുക. അവ തമ്മിലുള്ള ഗ്യാപ്പ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 824.7 million ദാറ്റ് മച്ച് കിലോമീറ്റേഴ്സ്. അപ്പോൾ ദാറ്റ് മച്ച് 10⁻⁶ കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവിഷൻ ബൈ റേഡിയസ് എന്നാണ്. സോ സിമ്പിളായിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാം, r θ എന്നാക്കാം. സോ സ്വാഭാവികപരമായിട്ടും 824.7 × 10⁻⁶ കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കിയാൽ × 10⁹ ആകും. ഇൻറ്റു 35.72 സെക്കൻഡാണ്. ഒരു സെക്കൻഡിനെ റേഡിയനാക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഴയ ക്വസ്റ്റ്യനുകളിലൊക്കെ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാം. 4.84 × 10⁻⁻6. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ജൂപ്പിറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആസ് 1.432 ദാറ്റ് മച്ച് ഇൻറ്റു 10⁸ മീറ്റർ. സോ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ആ കൺവേർഷൻ ടൈം ഒന്ന് ഓർത്തിരിക്കുക.
second is equal to how much radian. So that is a very important data. So we can just move to the next one as 25. A man walking briskly in rain with a speed v must slant his umbrella forward, making an angle theta with the vertical. A student derives the following relation between theta and v as tan theta is equal to v, and checks that the relation has a correct limit as expected. We are assuming there is no strong wind and that the rain falls vertically for a stationary man. Do you think this relation can be correct? If not, guess the correct relation. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ പറയുന്നത് ടാൻ തീറ്റ ഈക്വൽ ടു വി എന്നാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ടും നമ്മുടെ ഡയമെൻഷൻ അനാലിസിസിൽ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടെങ്കിൽ LHSലെ ഡയമെൻഷൻസ് തന്നെ എവിടെ ആയിരിക്കണം? RHSലായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം LHSലെ ടാൻ തീറ്റയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയാണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുത്തിരിക്കുന്ന വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അത് M⁻0, L⁻0, T⁻0 അല്ല, LT⁻⁻1 ആണ്. അപ്പോൾ അത് ഡയമെൻഷൻലെസ് ആയാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. സോ വി ഹാവ് ടു അവനെ റെക്ടിഫൈ ചെയ്യണം ആ റിലേഷൻ. ഉറപ്പായിട്ടും ഒരു വെലോസിറ്റി ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മാത്രമേ അത് ഡയമെൻഷൻലെസ് ആയിട്ട് RHS മാറുകയുള്ളൂ. സോ നമുക്കതിനെ കറക്റ്റ് ആക്കാം. ദിസ് ഈസ് ദ റിലേഷൻ. വി ക്യാൻ സേ ആസ് വി ഡാഷ് ഈസ് ദ, നമ്മുടെ ഇവിടെ വി ആയിട്ട് നമ്മളോട് പറയുന്നത് ബോയിയുടെ വെലോസിറ്റി ആണെങ്കിൽ റെയിൻഫോൾ വെലോസിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾ വളരെ വ്യക്തതയോടെ പഠിക്കുന്ന ഒരു റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റാണ് ദാറ്റ് മാൻ അംബ്രല്ല പ്രോബ്ലം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ വി can connect it as tan theta equal to v by v dash. So we can move to question number 26. It is claimed that two Cesian clocks, if allowed to run for 100 years free from any disturbances, may differ by only about, there shows only an error of 0.02 seconds. What does this imply for the accuracy of the standard Cesian clock in measuring a time interval of 1 second? അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്ക് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിമ്പിൾ റിലേഷൻ എടുത്താൽ നമുക്കറിയാം ആസ് ഡെൽറ്റ ടി ബൈ ടി. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം പോസിബിളായിട്ട് വന്നിരിക്കുന്ന എറർ എന്ന് പറയുന്നത് 0.02 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അവിടുത്തെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 100 years ആണ്. അപ്പോൾ നമ്മളത് ടൈം സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 1 year പറയുന്നത് എത്ര സെക്കൻഡ് എന്നുള്ളത് നമുക്കറിയാം. അത് ഏതാണ്ട് π × 10⁻⁷ seconds ആണ്. ആ ഒരു ഡേറ്റ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ഓർത്തിരിക്കുക. സോ 1 year എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 365 days ആണ്. 1 day 4 hours ആണ്, 60 minutes ആണ്, 60 seconds ആണ്. സോ റഫ്ലി വി ക്യാൻ സേ ആസ് 3.4 × 10⁻⁷. അതിന് നമുക്ക് π × 10⁻⁷ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ നമ്മളൊന്ന് കാൽക്കുലേഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ ആസ് 6.369 × 10⁻⁻12. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്യുറസി ഇൻ മെഷറിംഗ് എ ടൈം ഇന്റർവൽ ഓഫ് 1 second is roughly, that is 6.369 into 10⁻⁻12 second. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇറ്റ് ഹാസ് ആൻ ആക്യുറസി ഓഫ് 1 part in around 10⁻12 to 10⁻11 to 10⁻12 seconds. അപ്പം ഒരു 10⁻11 to 12 ഇത്ര കണ്ട് എററേ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അത്ര കണ്ട് ആക്യുറസിയിലാണ് നമ്മുടെ സീഷ്യൻ ക്ലോക്ക് മെഷർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായി. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 27. Estimate the average mass density of a sodium atom, assuming its size to be about 2.5 Armstrong. Use the known values of Avogadro number and the atomic mass of sodium.
Compare it with the density of sodium in its crystalline phase as a 970 gram per meter cube. Are the two densities of the same order of magnitude? If so, why? അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ട് ആറ്റമിക് മാസ് ഓഫ് സോഡിയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് 23. നമ്മുടെ അവഗാഡ്രോ നമ്പറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 6.023 into 10⁻23 ആറ്റംസ് ഓഫ് സോഡിയത്തിനുള്ള മാസ് എന്ന് പറയുന്നത് നമുക്ക് 23 ഗ്രാം ആണ്, അല്ലേ? 23 into 10⁻³ കിലോഗ്രാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് മാസ് ഓഫ് സോഡിയം ആറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നാൽ സിമ്പിളായിട്ട് നമ്മുടെ കിട്ടിയ മാസ് ഡിവിഷൻ ബൈ എത്ര ആറ്റംസ് ആണുള്ളത്? 6.23 into 10⁻23. അപ്പോൾ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ മാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 3.82 into 10⁻26 കിലോഗ്രാം. യെസ്. പിന്നെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ ആണ്, എന്താണ് സൈസ് ഓഫ് ദ സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ സൈസ് വ്യക്തതയോടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2.5 ആംസ്ട്രോം. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്, ബൈ 2 ആണ്. സോ 1.25 into 10⁻10. സോ ആ ഇക്വേഷൻ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വോളിയം ഓഫ് സോഡിയം ആറ്റം നമുക്ക് കണ്ടുപിടിച്ചൂടെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 into π⁴. സോ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 4/3 into that is 1/4 into that radius as 1.25 into 10⁻⁻10, that much cube. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ as 8.18 into 10⁻30 that much meter cube. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് ആയിട്ടുള്ള മാസ് ഡെൻസിറ്റി ഓഫ് സോഡിയം നമുക്ക് കണ്ടുപിടിക്കുന്നതിന് എളുപ്പമാണ്. മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ഡിവിഷൻ ബൈ വോളിയമാണ്. സോ മാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് 3.82 into 10⁻26 ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ 8.18 into 10⁻30. അപ്പോൾ നമ്മൾ റഫ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.67 ദാറ്റ് മച്ച് into 10⁻³ ദാറ്റ് മച്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഓഫ് ദി ഓർഡർ ഓഫ് 10⁻³ ആണ്, അല്ലേ? പക്ഷെ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് നമ്മൾ നോക്കി, ക്രിസ്റ്റലൈൻ ഫേസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.970 into 10⁻³. രണ്ടിൻ്റെ ഓർഡർ ഏതാണ്ട് സെയിം ആണ്, അല്ലേ? സോ അതിലൊന്നും ഒരു കാര്യം നമുക്ക് വ്യക്തതയായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സോളിഡ് ഫേസ് ആകുമ്പോൾ that atoms are tightly packed. So the atomic mass density is close to the mass density of solid. That is very important. So the atomic mass density is close to the mass density of the solid. So that is the concept for the question number 27. So we can move to the question number 28. And again, the unit of length convenient on the nuclear scale is a fermi. So one fermi, you know, 10⁻⁻15 meter. The nuclear sizes obey roughly the following empirical formula as R equal to R0 into A⁻⁴. So where R is the radius of the nucleus, A the atomic mass number, R0 a constant value, it is 1.2 into 10⁻⁻15 meter. Show that the rule implies that the nuclear mass density is nearly constant for different nuclei. Estimate the mass density of sodium nucleus. അപ്പോൾ നമുക്ക് അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം, നമ്മുടെ ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി. എന്നിട്ട് സോഡിയം ന്യൂക്ലിയസിൻ്റെ മാസ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. കമ്പയർ ഇറ്റ് വിത്ത് ദ ആവറേജ് മാസ് ഡെൻസിറ്റി ഓഫ് സോഡിയം പൈൻറ്റ്. അപ്പോൾ സോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾക്ക് ലിങ്ക് വേണം. സോ വി ക്യാൻ മൂവ് വിത്ത് ദാറ്റ്. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ 1 ഫെർമിയുടെ വാല്യൂ നമുക്ക് വ്യക്തതയോടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 10⁻⁻15 മീറ്റർ ആണ്. ദ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ, അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ സെക്കൻഡ് ഇയറിലെ അനാലിസിസിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതോടൊപ്പം ദാറ്റ് R0 എന്ന് പറയുന്നത് ഒരു ആവറേജ് വാല്യൂ ഓഫ് ദാറ്റ് വാല്യൂ ഈസ് എ കോൺസ്റ്റന്റ് ആസ് 1.2 ഫെർമി.
അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സിമ്പിളായിട്ട് വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം ഇറ്റ് 4/3 പൈ ആർ ക്യൂബ് എന്നൊരു ആസ്പെക്റ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് സ്മോൾ ആർ, അപ്പോൾ സ്മോൾ r0 ക്യൂബ് ദാറ്റ് മച്ച് ഇൻറ്റു a⁻⁴ ക്യൂബാണ്. അപ്പോൾ എ ആയിട്ട് നമുക്ക് കിട്ടി. സോ ആ ഒരു ഫങ്ഷനാണ് നമുക്ക് കിട്ടി. ഇനി മാസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആറ്റമിക് മാസ് ഇറ്റ് ഈസ് എ. സോ സിമ്പിളായിട്ട് നമുക്ക് ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് ആറ്റമിക് മാസ് ഡിവിഷൻ ബൈ വോളിയം. വോളിയം എന്ന് പറയുന്നത് 4/3 എസ് പൈ r0 ക്യൂബ് ഇൻറ്റു എ ക്യാൻസലായി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവിഷൻ ബൈ 4 പൈ r0 ക്യൂബ്. വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾ ആയിട്ടൊന്നും തന്നെയില്ല. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഉറപ്പിച്ചു ദാറ്റ് ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് വളരെ വ്യക്തതയോടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ നമ്മളോട് പറയുന്നത് സോഡിയം ന്യൂക്ലിയസിൻ്റെ മാസ് ഡെൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യണം, അത് കണ്ടുപിടിക്കുകയും വേണം. സോ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സോഡിയം എന്നുള്ളതിനെ നമുക്കറിയാം ദാറ്റ് മാസ് നമ്പർ ഈസ് 23. റേഡിയസ് എന്ന് പറയുന്നത് r0 ഇൻറ്റു a⁻⁴ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് r0യുടെ വാല്യൂ നമുക്കറിയാം 1.2 ഇൻറ്റു 10⁻⁻15 ആണ്. ദാറ്റ് മാസ് നമ്പർ ദാറ്റ് ഈസ് 23 ആണ്. അപ്പോൾ റഫ്ലി നമുക്ക് ആ കാൽക്കുലേഷൻ നടത്തുമ്പോൾ 3.4128 ഇൻറ്റു 10⁻⁻15 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് ദ സോഡിയം ന്യൂക്ലിയസ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 4/3 പൈ ആർ ക്യൂബ് ഒരു കൺസെപ്റ്റാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ 22/7 ഇൻറ്റു ദാറ്റ് വാല്യൂ ഓഫ് ആർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 3.4128 ഇൻറ്റു 10⁻⁻15 ദാറ്റ് മച്ച് ക്യൂബ്. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.66 ഇൻറ്റു 10⁻⁻43 മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെയൊക്കെ മാസ് വളരെ ചെറുതാണെന്ന് നമുക്കറിയാമല്ലോ. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ നമുക്ക് സോഡിയം ആറ്റത്തിൻ്റെ വോളിയം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇതിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ അതിൻ്റെ മാസ് നമുക്ക് വ്യക്തതയോടെ നമുക്ക് എഴുതാം. നേരത്തെ നമുക്ക് കിട്ടിയ വാല്യൂ 3.82 ഇൻറ്റു 10⁻⁻26 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാസ് ഡെൻസിറ്റി ഓഫ് സോഡിയം ന്യൂക്ലിയസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദാറ്റ് ന്യൂക്ലിയസ് ഡിവിഷൻ ബൈ വോളിയം ഓഫ് ദാറ്റ് ന്യൂക്ലിയസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലി equal to 3.82 into 10⁻⁻26 by the division by 1.66 into 10⁻⁻43. That is equal to 2.3 into 10⁻⁻17. That is the value we get it. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാസ് ഡെൻസിറ്റി ഓഫ് അവർ സോഡിയം ആറ്റം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4.67 ഇൻറ്റു 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു റേഷ്യോ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ സോ നമുക്ക് നമ്മുടെ മാസ് ഡെൻസിറ്റി ഓഫ് സോഡിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അത് 2.3 ഇൻറ്റു 10⁻17 എന്ന് കിട്ടിയിരിക്കുന്നത് ബൈ നമ്മളുടെ മാസ് ഡെൻസിറ്റി ഓഫ് സോഡിയം ആറ്റം എടുക്കുമ്പോൾ അതിൻ്റെ 10⁻³ നമ്മൾ റഫ്ലി നമുക്ക് കിട്ടുന്നത് 4.92 ഇൻറ്റു 10⁻13. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ന്യൂക്ലിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 4.92 ഇൻറ്റു 10⁻13 ടൈംസ്. ദാറ്റ് ഈസ് അത്ര കണ്ട് കൂടുതലാണ് കമ്പയർഡ് ടു ദ ആറ്റമിക് മാസ് ഡെൻസിറ്റി.
വളരെ കൃത്യതയോടെ ഓർത്തിരിക്കുക. സോ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വഴി നമുക്ക് ഒരു പിക്ചർ ആറ്റത്തിനെക്കുറിച്ച് ന്യൂക്ലിയസിനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 29. Laser is a source of a very intense monochromatic and unidirectional beam of light. These properties of laser light can be exploited to measure the long distances. The distance of the moon from the earth mass has been already determined very precisely using a laser as a source of light. A laser light beamed at the moon takes 2.56 seconds to return after reflection at the moon's surface. How much is the radius of the lunar orbit around the earth? ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ, അപ്പോൾ ഇത് ആണെന്ന് ഒന്ന് കൺസിഡർ ചെയ്താൽ, ഇത് മൂണാണെങ്കിൽ ഇപ്പോൾ എർത്തിലെ നയിക്കുന്ന ആ ലേസർ ലൈറ്റ് മൂണിൽ വന്ന് അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുന്ന സമയമാണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് ദാറ്റ് വാല്യൂ ആസ് 2.56 സെക്കൻഡ്. അപ്പോൾ നമ്മളവിടെ ലേസർ എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്ന് പറയുമ്പോൾ ലൈറ്റും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വേവിൻ്റെ ഇൻ എയർ ഓർ വാക്വം 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട്, അപ്പോൾ ഇവൻ 2 പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയമാണല്ലേ, അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ദ ടൈം ടൈം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എടുക്കാം. 2 ഡിവിഷൻ ബൈ വെലോസിറ്റി നമുക്ക് വേണ്ടത് d ആണ്. സോ ഇറ്റ് ബിക്കംസ് vt ഡിവിഷൻ ബൈ 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ ആണ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് 2.56 that division by 2. So on dividing you get the value as 3.84 × 10⁸ meter. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദ റേഡിയസ് ഓഫ് ദ ലൂണർ ഓർബിറ്റ് എന്ന് പറയുന്നത് around the earth is roughly 3.84 × 10⁸ meter. കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, നമ്മുടെ റഡാർ എന്ന് പറയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇതാണ്. റഡാർ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെയൊക്കെ ലൊക്കേഷൻസൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. സോ അതിലും നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ഓർക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 30. A sonar, so that is another very important concept. Sound navigation and ranging uses ultrasonic waves to detect and locate the objects under water. ഈ അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ ഒന്ന് ഓർത്തിരിക്കണേ, അത് നമ്മുടെ സൗണ്ട് വേവ്സ് തന്നെയാണ്. സൗണ്ട് വേവ്സ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട് വേവ്സ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് > 20 kHz ആയിരിക്കുമെന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കാം. In a submarine equipped with a sonar, the time delay between generation of a probe wave and the reception of its echo after reflection from an enemy submarine is found to be 77 seconds. What is the distance of the enemy submarine? അപ്പോൾ അവിടെ നമുക്ക് ഇതൊരു സോഴ്സാണ്. അവനിൽ നിന്ന് പുറപ്പെട്ട സൗണ്ട് നമ്മുടെ ഒരു സബ്മറൈനിൽ ഒന്ന് ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരികെ സമയമാണ് 77 സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന അവൻ്റെ സൗണ്ടിൻ്റെ സ്പീഡ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നേരത്തെ ഉപയോഗിച്ച അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം t × വെലോസിറ്റി ബൈ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ടൈം എന്ന് പറയുന്നത് കൃത്യതയോടെ തന്നിട്ടുണ്ട് 77. ദ വെലോസിറ്റി ആസ് 1450. എയറിലൊരു 330 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അത് വാട്ടറിൽ അത് 1450ലാണ് സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ 2. സോ റഫ്ലി നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 55.25 കിലോമീറ്റർ. ഏതാണ്ട് 55 കിലോമീറ്ററിന് അകലെയാണ് നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ സബ്മറൈൻ എന്നുള്ള കാര്യം, എനിമി സബ്മറൈൻ എന്നുള്ളത് വ്യക്തമായി. സോ ഇതാണ് നമ്മൾ സാധാരണ വാട്ടറിൽ നമുക്ക് ലൊക്കേഷൻ ഓഫ് ഓബ്ജക്ട്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. സോ അത് വളരെ ഗുഡായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്പർ 31. The farthest objects in our universe discovered by modern astronomers are so distant that light emitted by them takes billions of years to reach the Earth. These objects, they are known as the quasars, have many
puzzling features which have not yet been satisfactorily explained. What is the distance in kilometer of a quasar from which light takes 3 billion years to reach us? നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. ഇലക്ട്രോമാഗ്നറ്റ് റേഡിയേറ്റിംഗ് ആണ് കോസേഴ്സ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കറിയാം അവിടെ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് വരുന്നത്. സോ ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸. യെസ്, അപ്പോൾ അതിന് എടുത്ത സമയം എന്ന് പറയുന്നത് 3 ബില്യൺ. സോ 3 ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 10⁹. ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 1 year ഇറ്റ് ഈസ് π × 10⁷. സോ π × 10⁷ സെക്കൻഡ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഏതാണ്ട് 2.3 × 10⁻25. അല്ലെങ്കിൽ നമുക്ക് പറയാം അത് കിലോമീറ്റർ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാം 10⁻22 കിലോമീറ്റർ. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 32. It is a well-known fact that during a total solar eclipse, the disk of the moon almost completely covers the disk of the sun. From this fact, from the information you can gather from examples 2.3 to 2.4, determine the approximate diameter of the moon. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ മൂണും ഡയമീറ്റർ ഓഫ് ദ അവ തമ്മിലുള്ള സെപ്പറേഷൻ ഇവയെല്ലാം നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ടോട്ടൽ സോളാർ എക്ലിപ്സിൽ എന്താ സംഭവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യം ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് സപ്പോസ് നമ്മുടെ സൺ എന്നുള്ള ഒരു കൺസെപ്റ്റിലിരിക്കട്ടെ. സോ ദാറ്റ് ഈസ് എ ബി. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഇതെന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പം അത് ടോട്ടൽ സോളാർ എക്ലിപ്സ് വരുമ്പോൾ നമ്മുടെ മൂന്ന് മറയ്ക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. യെസ്, അപ്പോൾ നമുക്ക് മൂണെന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കാം. നമുക്ക് സി ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ മൂണായിട്ട് എടുക്കട്ടെ. സോ നമ്മൾ ഇത് എർത്ത് എന്നൊരു കൺസെപ്റ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇതാണ് ഇങ്ങനെ ഒരു ആംഗുലാർ കൺസെപ്റ്റ് ആയിരിക്കും ടോട്ടൽ സോളാർ എക്ലിപ്സിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് സണ്ണ് മൂണിനാൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് രണ്ട് ട്രയാങ്കിൾ കൺസെപ്റ്റ് എടുക്കാം. ആസ് ആൻഡ് എ ബി ആർ സിമിലർ ട്രയാങ്കിൾസ് അല്ല. ആ സിമിലർ ട്രയാങ്കിൾസ് ഉപയോഗിച്ചാൽ മാത്തമെറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് എഴുതാം എ ബി ദാറ്റ് ഡിവിഷൻ ബൈ സി ഡി it should be equal to yes b by കമാൻ ബി ഡിവിഷൻ ബൈ ഡി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ് അല്ല, ഡയമീറ്റർ ഓഫ് ദ മൂണാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സി ഡി എന്ന് പറയുന്നത് യെസ് എ ബി ഇൻറ്റു ഡി ബൈ ബി. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഡേറ്റാസ് എല്ലാം നമ്മുടെ പഴയ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യണം. സോ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സൺ ആണ് അല്ലേ. ഇറ്റ് ഈസ് ഗിവൻ ആസ് 13.92 × 10⁸ ആൻഡ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ടു മൂൺ, ദാറ്റ് ഈസ് 3.8 × 10⁸, ആൻഡ് ബി ദാറ്റ് ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, സോ ദാറ്റ് ഈസ് 1.496 × 10⁻11 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ 3.58 × 10⁻6 മീറ്റർ. നമ്മൾ ട്രിഗണോമെട്രിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൂടെ നമ്മൾ പഠിക്കുന്നതിന് കാരണമായി സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മൂണിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരു അല്പം ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പ്രസൻസ് ഓഫ് മൈൻഡ് കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പരിധിവരെ നമ്മുടെ സെക്കൻഡ് ഇയറിലെ പല കൺസെപ്റ്റ്സുകൾ കൂടെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റൂ. എന്നാൽ പോലും ഇറ്റ് വിൽ ഹെൽപ്പ്. നമുക്കതൊന്ന് സിമ്പിളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. എ ഗ്രേറ്റ് ഫിസിസിസ്റ്റ് ഓഫ് ദ സെഞ്ചുറി, Dirac, loved playing with numerical values of the fundamental constants of nature. This led him to an interesting observation. Dirac found that from the basic constants of atomic physics, C, E, mass of electron, mass of proton, the gravitational constant, he could arrive at a number with the dimension of time. Further, it was a very large number, its magnitude being close to the present estimate on the age of the universe, around 15 billion years. From the table of fundamental constants in this book, try to see if you can construct this number. If its confidence with the age of the universe were significant,
what would this imply for the constancy of fundamental constants? അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആദ്യം ഇവരെ തന്നിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റൻസിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. സോ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. The charge of electron in the value തന്നിട്ടുണ്ട്. It is 1.6 × 10⁻19 coulomb. Then the mass of electron, so that is 9.11 × 10⁻31 kilogram. Mass of proton, that is given as 1.67 × 10⁻27 kilogram. Then the gravitational constant, G is equal to 6.67 × 10⁻11 Newton meter square by kilogram square. നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടനെ മാറ്റാം. നമുക്കറിയാം ന്യൂട്ടനെ നമുക്ക് മാറ്റുമ്പോൾ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ഉണ്ട്. അത് വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കോൺസ്റ്റൻസ് വരുമ്പോൾ ഈ കൂളംബ് ഒരു പ്രശ്നമായിരിക്കും. കാരണം നമുക്കതൊരു ക്യാൻസൽ ചെയ്യാനോ അല്ല, കാരണം ടൈം എന്ന് പറയുന്നതിലേക്ക് ഒരു ഡയമെൻഷണൽ അനാലിസിസിലേക്ക് വരുമ്പോൾ കൂളംബ് എന്ന് പറയുന്നത് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ബേസ് ചെയ്ത് നമുക്ക് 1-2 കോൺസ്റ്റൻസുകളെ കൂടെ നമുക്ക് എടുക്കാം. നമ്മുടെ കൂളംസ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1.45 ദാറ്റ് മാച്ച് കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ ε0യുടെ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 8.85 × 10⁻12. സോ nm²/c². അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉൾപ്പെടെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺസ്റ്റൻസുകളെ തമ്മിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഹൗ വി ക്യാൻ ഒബ്റ്റൈൻ ദ ഡയമെൻഷൻ ഫോർ ലെങ്ത്, ടൈമിൻ്റെ ഡയമെൻഷനിലേക്ക് നമുക്ക് എങ്ങനെ വരാം, അതാണ് നമ്മുടെ ചലഞ്ച്. സോ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ആക്ച്വലി. അപ്പോൾ നമ്മൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് അങ്ങനെ നമ്മൾ ഒത്തിരി സമയം പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ അറൈവ് ദ റിലേഷൻ ലൈക്ക് ദിസ് വൺ ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു e⁴ division by 16 pi square ε0 square mp m e⁻² c⁻³ ക്യാപിറ്റൽ G. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമിന് അറൈവ് ചെയ്യാൻ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ വരുത്താം. ഇതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ ക്യൂബാക്കാം, അല്ലെങ്കിൽ അത് മാസ് ഓഫ് പ്രോട്ടോണിൻ്റെ ക്യൂബാക്കാം, അല്ലെങ്കിൽ m/mp² എന്ന് എഴുതാം. എന്ത് സംഭവിച്ചാലും നമുക്ക് ടൈമിൻ്റെ ഡയമെൻഷനെ നമുക്ക് കിട്ടും. പക്ഷേ ഈ വാല്യൂസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻19 ദാറ്റ് ഡിവിഷൻ ബൈ 16 × 3.14 square into 8.85 × 10⁻12 that much square. The mass of proton, that is into 1.67 × 10⁻27, 9 × 10⁻11, that 31 that much square. C as 3 × 10⁻8 cube into 6.67 × 10⁻11. അപ്പോൾ നമുക്ക് കിട്ടിയാൽ റഫ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10⁹ years. ദാറ്റ് ഈസ് 1 billion years. അപ്പോൾ അതിനകത്ത് നമുക്കൊരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് ഈ എം ബിയുടെയും എം ഇയുടെയൊക്കെ വാല്യൂസ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു 150 അല്ലെങ്കിൽ ഒരു 100 billion years എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരും. സോ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസുമായിട്ട് അത് കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളത്, അതുകൊണ്ട് ഒരു ഈ പറഞ്ഞ കോൺസ്റ്റൻസുകളെല്ലാം കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഈ സൊല്യൂഷൻസ് നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ഷെയർ this channel to your friends also. So take care. God bless you.